ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പെരുമാന്തുറ അവിടെയാണ് വന്നേക്കുന്നത്. ഇവിടെ വന്നേക്കുന്ന പ്രധാന പരിപാടി എന്ന് വെച്ചാൽ ഒരു മീൻ പിടുത്തമാണ്. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി ഞാനും അത്തായും നമ്മുടെ ബായും ഉണ്ട്, ഫുർഖാൻ ബായി. അവർ രണ്ടുപേരും മുന്നേ ഞങ്ങൾ നടന്നു പോയി ചൂണ്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവരങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്, നോക്കിയാൽ കാണാം. ഇവിടെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറ്റാച്ചി കിടപ്പുണ്ട്, മണ്ണൊക്കെ വാരി. ഇവിടെ അപകടങ്ങൾ കൂടുതൽ അപകടങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് ഇവിടെ പണി നടക്കണമെന്ന് തോന്നുന്നു. മണ്ണടിച്ച് അടിയാക്കണമെന്ന് തോന്നുന്നു. ഇതാണ്, ഇതിലാണ് മണ്ണടിച്ച് കളയാനെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല ഇതിനെപ്പറ്റി എന്താ സംഭവം. ബോട്ടിന് ഡീസലടിക്കണ് വണ്ടി വന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് മീനൊക്കെ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, വെറുതെ നോക്കാം. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഒതുക്കി സൈഡാക്കിയിട്ട് വന്നേക്കുവാണ്. നമുക്ക് വണ്ടി പാർക്കിംഗ് അവിടെയാണ്, അവിടെ പാർക്ക് ചെയ്തിട്ട് വരണം. ബോട്ടിനല്ല, കുഞ്ഞു ബോട്ടിനല്ല, വലിയ ബോട്ടിനാണ് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മൈ മിസ്റ്റേക്ക്. ഇപ്പോൾ സമയം വന്നിട്ട് 3 മണി ആവുന്നേ ഉള്ളൂ. നല്ല വെയിൽ, മൊത്തടിക്കുന്ന വെയിൽ കാണണ്ടല്ലേ. ഭയങ്കര വെയിൽ, ഭയങ്കര സൺലൈറ്റാണ് മൊത്തടിക്കുന്നത്. ഇവിടെ മൊത്തം കലങ്ങി കിടക്കുക, എന്താവും അറിയില്ല, കിട്ടാൻ പാടാണ്. അവരെവിടെ പോയി എവിടെ എത്തിയെന്നൊരു പിടുത്തമില്ല. നടക്കണം, അങ്ങ് അറ്റത്താണ് അവർ. പുറകെ കാണുന്നുണ്ടോ? അതാണ് അവിടെ എത്തിയവർ. അവിടെ ഇപ്പോഴും ബാക്കിലാണ്. അവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് കാണിക്കാം. വീണ്ടും ഒരു നടപ്പിന് ശേഷം അവരുടെ അവിടെ എത്തി. അങ്ങനെയൊക്കെ എത്തി. പാറയുടെ പൊക്കത്തിൽ കൂടി നടക്കും. ഭയങ്കര റിസ്ക്കാണ്. നോക്കി കയറിയില്ലെങ്കിൽ പണി കിട്ടും. ഫോണും പോവും, ഞാനും പോവും. അപ്പം പയ്യനെ ഇറങ്ങുവാണ് പാറയുടെ പുറത്ത്. അവിടെ ഡാഡിയും പുറക്കാരും മീൻ പിടിക്കുന്നു. ഡാഡി മീൻ പിടുത്തൊക്കെ തുടങ്ങി. ഓൻ പോകലുണ്ട്. ഒരു തരത്തിൽ ഒരു സൈഡെത്തി. ഇപ്പോൾ കലങ്ങിക്കിടക്കാൻ മൊത്തത്തിൽ. ഒത്തിരി പേരുണ്ട് മീൻ പിടിക്കാൻ. അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, അവിടെ ഒത്തിരി ആൾക്കാരുണ്ട് മീൻ പിടിക്കാൻ സ്റ്റിക്കായിട്ട്. ഇത് ഞാൻ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ ഇതുപോലെ കെട്ടുണ്ട്. ആ കെട്ടിൻ്റെ ബാക്കിലും കുറേ ആൾക്കാർ മീൻ പിടിക്കാനുണ്ട്. മൊത്തം കലങ്ങിക്കിടക്കുക. അത്ത വല്ല മീൻ കിട്ടുമോ അത്തന്ന്? ഇപ്പം ഗൈസ് അത്ത പറയുന്നത് 3 കിലോയുടെ ചെമ്പല്ലിയാണ് കിട്ടുമെന്ന് പറഞ്ഞേക്കാൻ. ഞാൻ വ്ളോഗ് എടുക്കണ കണ്ട് നമ്മുടെ ഫുർഖാൻ ഭായി ചോദിക്കുക വ്ളോഗ് എടുക്കുവാണോ കാര്യങ്ങളൊക്കെയാണ്. പുള്ളിനോട് തന്നെ ചോദിക്കുക, भाई हाय बोलो मेरा ब्लॉग के. हाँ, पान खा रहा है अभी? स्ट्रॉन्ग वाला पान खा रहा है? स्ट्रॉन्ग. कुछ बोलना चाहते हैं आप? कुछ बोलो. क्या बोलूं भाई? सब्सक्राइब बोलो, कमेंट बोलो, सब बोलो. सपोर्ट करने के लिए बोलो भाईजान. भाई को सपोर्ट करो, सब्सक्राइब करो, लाइक करो भाई. वीडियो को ज्यादा से ज्यादा फॉलो करो. आपका नाम क्या है? मेरा नाम फुरकान है. हाँ, आप आपका इंट्रोड्यूस करो मेरा व्लॉग से. मेरा फुरकान नाम है. मैं यूपी का रहने वाला है. केरला में है इस टाइम अभी. कितने साल हो गए इधर हमारे साथ? कम से कम लगभग 5 साल हो गया. ഞങ്ങളോട് 5 വർഷമായി ഇവിടെ പുള്ളി. അപ്പോൾ നാട്ടിൽ പോയേക്കായിരുന്നു. 1 വർഷമായിട്ട് നാട്ടിലായിരുന്നു. നമുക്ക് വർക്ക് കുറവായതുകൊണ്ട് പുള്ളി നാട്ടിലായിരുന്നു. വേറെ മുംബൈയിലും കാര്യങ്ങളായിട്ട് ഓടി നടക്കുമായിരുന്നു. അപ്പോൾ വർക്ക് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുള്ളിനെ ഞങ്ങൾ വിളിച്ച്. അപ്പോൾ പുള്ളി ഇവിടെ അങ്ങോട്ട് ഉണ്ട്. 2 ദിവസമായി പുള്ളി വന്നിട്ട്. അപ്പോൾ ഇന്ന് പണിക്ക് പോയിട്ട് പരിപാടിയൊന്നും നടന്നില്ല. പരിപാടി രാവിലെ ഭയങ്കര മഴ.
ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിൽ, എന്താ അവസ്ഥയാണെന്ന് അറിയില്ല. അപ്പോൾ നാളെ രാവിലെ പോയിട്ട് ഇന്നത്തെ വർക്ക് പോയി തീർക്കണം. നല്ല ഫ്രെയിമാണ് കേട്ടോ. ഇത്ര നേരം എൻ്റെ ബാക്കിൽ പട്ടി ഉണ്ടായിരുന്നു, ആ പട്ടി പോകുന്നു. भाई आपका ये मछली पकड़ने के लिए कुछ नहीं है? नहीं है भाई, मैं ऐसे घूमने के लिए आता हूँ. ऐसे घूमने आता है? अच्छा ठीक. എന്താണ് എല്ലാവരും വന്നു തുടങ്ങിയുള്ളൂ, 3 മണി സമയമല്ലേ ആയുള്ളൂ. എല്ലാവരും വന്നു തുടങ്ങിയുള്ളൂ. ഇവിടുത്തെ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ പകലിനേക്കാട് കൂടുതൽ രാത്രിയാണ് ആൾക്കാർ. രാത്രി ഇഷ്ടംപോലെ ആൾക്കാർ മീൻ പിടിക്കാൻ വരും. അവരുടെ ടങ്കീസ് പോലത്തതുണ്ടല്ലോ അതിൽ. അപ്പോൾ അത്ത അറിയാൻ പോകുന്നു. ആയിവാ. അപ്പം അങ്ങോട്ട് എറിഞ്ഞ് ആള്. ഇനിയൊരു നീണ്ട കാത്തിരിപ്പ്. മീൻ വരുമോ ഇല്ലയോ നമുക്കറിയാം. വെള്ളം ഇടം വരെ അടിച്ചു കയറും. അപ്പോൾ നീണ്ട ഒരു പരിശ്രമത്തിന് ശേഷം ഒരു മീൻ പോലും കിട്ടിയില്ല. അപ്പോൾ സ്പോട്ട് മാറ്റി ഇരിക്കാമെന്ന് തോന്നുന്നു പറഞ്ഞ്. അപ്പോൾ ഇരിക്കാൻ വേണ്ടി അത്താ പോണ്. ബായി എല്ലാ സാധനവും എടുത്തുകൊണ്ട് സെറ്റാക്കി കൊണ്ട് വന്ന്. അപ്പോൾ പൊയ്യെ പോവുകയാണ്. അയ്യെ നടന്നങ്ങോട്ട് പോവുക. നല്ല രസമുണ്ട് സൺസെറ്റ് കാണാൻ. ഇപ്പോൾ സമയം ഒരു 5:30 ആയി. എന്തായാലും സൺസെറ്റ് അടിപൊളിയാണ്. ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ വൈകിട്ട് അടിപൊളിയാണ്. ചെറിയൊരു തണുപ്പ്, കാറ്റും ഒരു മഴക്കോളിനുള്ള സംഭവമൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. എന്ത് രസമാണെന്നറിയാമോ കാണാൻ? ഒത്തിരി ആൾക്കാർ ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് ബീച്ച്. ആ കാണുന്നതാണ് ബീച്ച്. ഇന്നിപ്പോൾ തിരക്ക് കുറച്ച് കുറവുണ്ട് ബീച്ചിൽ. ഇന്ന് സാറ്റർഡേ. നാളെ ആകുമ്പോൾ നല്ല തിരക്കൊക്കെ കാണും ഇവിടെ. പിന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നടന്ന് പയ്യെ എൻജോയ് ചെയ്യാൻ ചില്ല് ചെയ്യാനൊക്കെ ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. കുറച്ച് നേരം ഒരു സമയം സ്പെൻഡ് ചെയ്യാനേ ആൾക്കാർ വന്ന്, ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അത്ര സ്ഥലം നോക്കി നടക്കുക. അതേ സ്ഥലം ഇതുവരെ സെറ്റായിട്ടില്ല. അത് എടുത്തുകൊണ്ട് വരാനാണ് പറയണത്. ഫുർഖാൻ എടുത്തുകൊണ്ട് വരാൻ പോകുന്നു. ഇതല്ല ഫുർഖാൻ എടുത്തോണ്ട് പോകും. അപ്പോൾ ഉടാക്കി ദേ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നു. അതാണെങ്കിൽ ഇവിടെ ഇരിപ്പ് തുടങ്ങി. നല്ല രസമുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി. പക്ഷെ കുറേ ആൾക്കാർ അവിടെ മീൻ പിടിക്കുന്നുണ്ട്. നല്ല സൺസെറ്റൊക്കെ ആസ്വദിച്ച് കിടിലമായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. കൊള്ളാമല്ലേ? പയ്യൻ നടന്ന് ബീച്ചിൻ്റെ സൈഡ് എത്താറായി. പാറയുടെ പൊക്കത്ത് കൂടെ നടന്നു വന്നാൽ വേറെ വഴിയുണ്ട്. എന്നാലും കുറച്ച് റിസ്ക്കൊക്കെ എടുത്ത് പയ്യൻ നടന്നു പോവുകയാണ്. ഫോണും ഞാനും പോയി എപ്പോൾ വേണമെങ്കിലും താഴ്ത്തു പോവാം. ആ കണക്കാണല്ലോ ഈ പാറയെ. ഒന്ന് കാലം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി. അപ്പോൾ നടന്നു പോവുക. എന്ത് രസമാണെന്നറിയാം. സൺ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ രസമാണ്. തിരുവനന്തപുരത്ത് സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ ഒരു ഈവനിങ് നടന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പെരുമാന്തുറ. ബീച്ചും നല്ല രസമാണ്. നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ. ഞാൻ മിക്കപ്പോഴും വരും. സൺഡേ ഒക്കെ മിക്കപ്പോഴും വരും. കുറച്ചുകൂടെ മീൻ പിടിക്കാനും കാര്യങ്ങളൊക്കെ. ഒരുപാട് ഫാമിലി ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. ഇങ്ങനെ കാണാം. അവിടെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കാം, തരാം. അവിടെ ചെന്നിട്ട് നോക്കാം കടകളൊക്കെ ഒന്ന് ഓപ്പൺ ആണോ എന്നൊക്കെ. ശനിയാഴ്ചയാണ്, അപ്പോൾ എന്തെന്ന് അവിടെ ചെന്നിട്ട് നോക്കാം. രസമാണെന്നറിയോ? ബാക്കിലൊരു പയ്യൻ മണ്ണപ്പം ചുട്ട് കിടക്കണം. ഒറ്റയ്ക്ക് കിട്ടുകൊണ്ടിരിക്കുക പയ്യൻ. ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പയ്യൻ നടക്കാം ബീച്ചിനെ അങ്ങോട്ട്. നടന്ന് ക്ഷീണിച്ച് ഒരു വെള്ളമൊക്കെ മേടിച്ച് പയ്യൻ നടക്കുക. ബീച്ചിൻ്റെ സൈഡിലേക്ക് നടക്കുക. അവിടെ സൈഡിലാണെങ്കിൽ നല്ല കിടിലായിട്ട് പിള്ളേർ ഫുട്ബോൾ കളിക്കണം. പിന്നെ കൊച്ചു പിള്ളേർ ഇപ്പുറത്ത് ഫുട്ബോൾ കളിക്കണം. ചെറിയ ബോൾ ഇട്ടിട്ട് ഫുട്ബോൾ കളിക്കണം. ഓക്കെ. നല്ല രസമുണ്ട്.
സെറ്റായി വന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നു സൺസെറ്റായി. സൺസെറ്റായിക്കൊണ്ടിരിക്കണം. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ഒരു നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് ഹാപ്പിയായിട്ട് തീർന്നു. നടന്ന് അലഞ്ഞ് ലാസ്റ്റ് ഒരു മൂലയ്ക്ക് ബീച്ചിൻ്റെ മൂലയ്ക്ക് വന്ന് ഇവിടെ ഇരിക്കുക. നല്ല സമാധാനമുണ്ട്. സ്റ്റാഫൊക്കെ വന്നിട്ട് വിട്ട് സുഖമായിട്ട് ഇവിടെ ഇരിക്കുക. എത്ര നേരം വേണമെങ്കിലും കടലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും. നല്ല രസമാണ് കടൽ ഇങ്ങനെ. ഈ വെയിലില്ല, ഈ ക്ലൈമറ്റ് അടിപൊളിയാണ്. ചെറിയൊരു മഴയ്ക്കുള്ള കോളുണ്ട്. ഇങ്ങനെ വയ്യ. ഇവിടെ ഒരുപാട് തിരക്കുമില്ലല്ലോ, റഷില്ലല്ലോ. ഫാമിലി വരുവാണെങ്കിലും ഒരുപാട് റഷൊന്നുമില്ല. എത്ര നേരം വേണമെങ്കിലും ഇവിടെ സമാധാനമായിട്ട് കടലിൻ്റെ ഒച്ചയും കേട്ടോടെ ഇരിക്കാം. ഒരു തരം തെറാപ്പിയോ. അങ്ങ് ദൂരത്തൊരു കൊച്ച് കുളിച്ച് കുളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നേരമാകും കടലിൽ നിന്ന് ഇറങ്ങുന്നില്ല. എന്ത് രസമാണെന്നറിയാം അവിടെ ഇങ്ങനെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ. നിങ്ങളും വല്ലപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് ഈ സൈഡിലൊക്കെ ഒറ്റയ്ക്ക് വന്ന് ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കണം. എത്ര പേര് എൻ്റെ വീഡിയോസ് കാണുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരായിരിക്കും കാണുന്നത്. പിന്നെ എപ്പോഴെങ്കിലും ഒരുപാട് ആൾക്കാരൊക്കെ കാണുമ്പോൾ ഓർത്ത് വെക്കുക, ഒരു ദിവസം ഒറ്റയ്ക്ക് ഇങ്ങനെ അതുപോലെ ഭയങ്കര ഓവർ ക്രൗഡഡ് ആയ അല്ലാത്തൊരു ബീച്ചിൽ വന്ന് ഒറ്റയ്ക്ക് വന്ന് ഇങ്ങനെ ഇരിക്കണം. സൺസെറ്റൊക്കെ കണ്ട് എന്തെങ്കിലും കപ്പലിൻ്റെയൊക്കെ കഴിച്ച് ഇരുന്ന് എന്ത് രസമാണെന്നറിയാമോ. അന്നത്തെ ദിവസം അടിപൊളിയാണ്. ഒരാൾ കുറേ നേരമായി മീൻ പിടിക്കാൻ പോയിട്ട് ആ സൈഡിൽ അവിടെ ഉണ്ട്. എന്താവുമെന്ന് അറിയില്ല. ഞാൻ വിളിച്ചു നോക്കട്ടെ. അവർ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ സൈഡിൽ വന്നെന്നാണ് പറയണത്. എവിടെ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ വന്ന് വണ്ടിയുടെ സൈഡിൽ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് വിളിച്ചിട്ട് പറഞ്ഞേക്കണം. അപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞ് വണ്ടി സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. അത് നടക്കുവാണ്. അങ്ങോട്ട് നടക്കണം. അവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കണം. അപ്പോൾ പിള്ളേരൊക്കെ കളിക്കുന്ന സൈഡിൽ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തേക്കണം.